വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം. ജനം കർത്തൃകണങ്ങളിൽ തിന്മയായത് പിറുപിറുത്തുകൊണ്ടിരിക്കെ കർത്താവ് അത് കേട്ടു. അപ്പോൾ അവിടുത്തെ കോപം ജ്വലിച്ചു. കർത്താവിന്റെ അഗ്നി അവരിൽ കത്തിപ്പടർന്നു. അത് പാളയഭാഗം ദഹിപ്പിച്ചു. ജനം മോശയോട് നിലവിളിച്ചു. മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അഗ്നി ശമിക്കുകയും ചെയ്തു. കർത്താവിന്റെ അഗ്നി അവരിൽ കത്തിപ്പടർന്നതിനാൽ അവൻ ആ സ്ഥലത്തിന്റെ പേര് തബേറ എന്ന് വിളിച്ചു. അവർക്കിടയിൽ ഉണ്ടായിരുന്ന അന്യവർഗക്കാർ ദുരമൂത്ത് പിന്തിരിഞ്ഞപ്പോൾ ഇസ്രായേല്യരും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആരാണ് ഞങ്ങൾക്ക് ഇറച്ചി തിന്നാൻ തരിക? ഈജിപ്തിൽ ഞങ്ങൾ സൗജന്യമായി ഭക്ഷിച്ചിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, സവോള, ചെമന്നുള്ളി, വെള്ളുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ദൃഷ്ടികളിൽ മന്നായൊഴികെ മറ്റൊരു വകയുമില്ലാതെ ഇപ്പോൾ ഞങ്ങളുടെ പ്രാണൻ പൊരിയുകയാണ്. മന്ന കൊത്തമ്പാല അരി പോലെ ആയിരുന്നു. അതിന് ഗുൽഗുലിന്റെ നിറവുമായിരുന്നു. ജനം അത് ചുറ്റി നടന്ന് ശേഖരിച്ച് തിരികലിൽ പൊടിച്ച് അല്ലെങ്കിൽ ഉരലിൽ ഇടിച്ച് കലത്തിൽ വേവിച്ച് അപ്പം ഉണ്ടാക്കി പോന്നിരുന്നു. അതിന്റെ രുചി എണ്ണമധുര പലഹാരത്തിന്റെ സ്വാദിനു തുല്യമായിരുന്നു. രാത്രി പാളയത്തിനുമേൽ മഞ്ഞു പെയ്യുമ്പോൾ അതിന്മേൽ മന്നായും പൊഴിയും. കുടുംബങ്ങളനുസരിച്ച് സ്വന്തം കൂടാരവാതിക്കൽ ജനം മുഴുവനും വിലപിക്കുന്നത് മോശ കേട്ടു. കർത്താവിന്റെ കോപം അതിയായി ജ്വലിച്ചു. മോശയുടെ നയനങ്ങളിൽ നീരസവും. മോശ കർത്താവിനോട് പറഞ്ഞു, അങ്ങയുടെ ദാസനോട് മോശമായി വർത്തിക്കുന്നത് എന്തുകൊണ്ട്? ഈ ജനത്തിന്റെ എല്ലാം ഭാരം എന്റെ മേൽ ചുമത്തുന്നത് എന്തുകൊണ്ട്? എന്തേ ഞാൻ അങ്ങയുടെ ദൃഷ്ടികളിൽ കനിവ് കണ്ടെത്തുന്നില്ലേ? ഞാനാണോ ഈ ജനത്തെ എല്ലാം ഗർഭം ധരിച്ചത്? ഞാനാണോ അതിനെ പ്രസവിച്ചത്? അങ്ങ് അതിന്റെ പിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്ത ഭൂമിയിലേക്ക് നീ അതിനെ മുലകുടിക്കുന്ന കുഞ്ഞിനെ പരിചരിക്കുന്നവൻ വഹിക്കുന്ന പോലെ നിന്റെ മാറിൽ വഹിച്ചുകൊണ്ടു പോവുക എന്ന് അങ്ങ് എന്നോട് പറയുന്നുവല്ലോ. ഈ ജനത്തിനെല്ലാം നൽകാൻ വേണ്ട മാംസം എനിക്ക് എവിടെ നിന്ന്? എന്തെന്നാൽ ഞങ്ങൾ ഭക്ഷിക്കേണ്ടതിന് നീ ഞങ്ങൾക്ക് മാംസം തരിക എന്ന് പറഞ്ഞ് അവർ എന്റെ നേർക്ക് കരയുന്നു. ഈ ജനത്തെ മുഴുവൻ താങ്ങുവാൻ ഞാൻ തനിച്ച് ശക്തനല്ല, കാരണം അത് എന്റെ കഴിവിനേക്കാൾ ഭാരിച്ചതാണ്. ഇപ്രകാരമാണ് അങ്ങ് എന്നോട് വർത്തിക്കുന്നതെങ്കിൽ അങ്ങയുടെ ദൃഷ്ടികളിൽ ഞാൻ കനിവ് കണ്ടെത്തുന്ന പക്ഷം എന്നെ ഉടനെ കൊന്നുകളയണമേ. എന്റെ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ജനത്തിന്റെ ആചാര്യന്മാരും അതിന്റെ മേൽനോട്ടക്കാരുമാണെന്ന് നിനക്ക് ബോധ്യമുള്ള ഇസ്രായേൽ ശ്രേഷ്ഠന്മാരിൽ നിന്നും 70 പേരെ നീ എനിക്കായി വിളിച്ചു കൂട്ടണം. അവരെ സമാഗമ കൂടാരത്തിലേക്ക് സ്വീകരിക്കണം. അവർ അവിടെ നിന്നോടൊപ്പം നിലയുറപ്പിക്കട്ടെ. ഞാൻ ഇറങ്ങി വന്ന് അവിടെ വെച്ച് നിന്നോട് സംസാരിക്കും. നിന്റെ മേലുള്ള ചൈതന്യത്തിൽ നിന്നെടുത്ത് ഞാൻ അവരുടെ മേൽ പകരും. ജനത്തിന്റെ ഭാരം നിന്നോടൊപ്പം അവരും വഹിക്കും. നീ തനിച്ചു വഹിക്കേണ്ടതില്ല. നീ ജനത്തോട് പറയണം, നാളത്തേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ പവിത്രീകരിക്കുവിൻ. നിങ്ങൾ മാംസം ഭക്ഷിക്കും. എന്തെന്നാൽ ആരാണ് ഞങ്ങൾക്ക് ഇറച്ചി തിന്നാൻ തരിക? ഈജിപ്തിൽ ഞങ്ങൾ തികച്ചും സന്തുഷ്ടരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കത്രുകണങ്ങളിൽ പരാതിപ്പെട്ടു. അതിനാൽ കർത്താവ് നിങ്ങൾക്ക് മാംസം തരും, നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും. നിങ്ങൾ അത് തിന്നാൻ പോകുന്നത് 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, 1 മാസക്കാലം വരെ. അതായത് നിങ്ങളുടെ മൂക്കിലൂടെ അത് പുറത്തു വരികയും നിങ്ങൾക്ക് ചെകിടിപ്പാവുകയും ചെയ്യുന്നത് വരെയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിലുള്ള കർത്താവിനെ നിങ്ങൾ നിരാകരിക്കുകയും ഈജിപ്തിൽ നിന്നും ഞങ്ങൾ എന്തിനു പുറപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മുമ്പിൽ വിലപിക്കുകയും ചെയ്തു. അപ്പോൾ മോശ പറഞ്ഞു, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ജനം 6 ലക്ഷം കാലാളുകളാണ്. എന്നിട്ടും അങ്ങ് പറയുന്നു, ഞാൻ അവർക്ക് മാംസം നൽകും, 1 മാസക്കാലം അവർ ഭക്ഷിക്കും എന്ന്. അവർക്ക് തികയുവോളം ആടും മാടും അവർക്കായി അറക്കപ്പെടുമോ? അതോ അവർക്ക് തികയുവോളം കടലിലെ മത്സ്യങ്ങളെല്ലാം അവർക്കായി ശേഖരിക്കപ്പെടുമോ?
കർത്താവ് മോശയോട് അരുളി ചെയ്തു, കർത്താവിന്റെ കരം കുറുകിപ്പോയോ? എന്റെ വാക്ക് നിന്നെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണാൻ പോവുകയാണ്. മോശ പുറത്തു ചെന്ന് കർത്താവിന്റെ വാക്കുകൾ ജനത്തോട് പ്രസ്താവിച്ചു. ജനശ്രേഷ്ഠന്മാരിൽ നിന്നും 70 പേരെ അവൻ ഒരുമിച്ച് കൂട്ടി കൂടാരത്തിന് ചുറ്റും നിർത്തി. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. അവിടുന്ന് അവന്റെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ കുറച്ചെടുത്ത് ശ്രേഷ്ഠന്മാരായ 70 പേരുടെ മേൽ പകർന്നു. അവരുടെ മേൽ ചൈതന്യം സന്നിവേശിച്ചപ്പോൾ അവർ പ്രവചിച്ചു. പിന്നെ അത് തുടർന്നില്ല. എന്നാൽ 2 ആളുകൾ പാളയത്തിൽ ശേഷിച്ചിരുന്നു. ഒരുവന്റെ പേര് എൽദാദ്, രണ്ടാമന്റെ പേര് മെദാദ്. അവരുടെ മേലും ചൈതന്യം സന്നിവേശിച്ചു. പേരെഴുതപ്പെട്ടവരിൽ അവരും ഉണ്ടായിരുന്നെങ്കിലും അവർ കൂടാരത്തിലേക്ക് പോയിരുന്നില്ല. അവർ പാളയത്തിൽ വെച്ചു തന്നെ പ്രവചിച്ചു. അപ്പോൾ ഒരു യുവാവ് ഓടിച്ചെന്ന് എൽദാദും മെദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നുവെന്ന് മോശയോട് വിവരിച്ചു പറഞ്ഞു. ഇത് കേട്ട് നൂനിന്റെ മകനും മോശയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നുള്ള അവന്റെ ശുശ്രൂഷകനുമായ ജോഷുവ മറുപടിയായി പറഞ്ഞു, എന്റെ പ്രഭു മോശെ, അവരെ വിലക്കുക. മോശ അവനോട് പറഞ്ഞു, എന്നെ പ്രതി നീ തീഷ്ണമതിയാകുന്നു. ഏതു വിധേനയും കർത്താവിന്റെ ജനം മുഴുവൻ പ്രവാചകരായിരുന്നുവെങ്കിൽ അവിടുന്ന് തന്റെ ചൈതന്യം അവരുടെ മേൽ നൽകിയിരുന്നെങ്കിൽ. അനന്തരം മോശയും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരും പാളയത്തിലേക്ക് പിൻവാങ്ങി. കടലിൽ നിന്നും കാടപക്ഷികളെയും കൂട്ടി കർത്താവിൽ നിന്നുള്ള ഒരു കാറ്റ് ചലിച്ചു തുടങ്ങി. അവ പാളയത്തോട് ചേർന്ന് പാളയത്തിന്റെ ചുറ്റുപാടുകളിൽ ഒരു ദിവസത്തെ വഴി അപ്പുറത്തേക്കും ഒരു ദിവസത്തെ വഴി ഇപ്പുറത്തേക്കുമായി 2 മുഴം ഘനത്തിൽ ഭൂമുഖത്ത് ചിതറി വീണു. ജനം എഴുന്നേറ്റ് ആ ദിവസം മുഴുവനും രാത്രി മുഴുവനും പിറ്റേ ദിവസം മുഴുവനും കാടപക്ഷിയെ പെറുക്കിക്കൂട്ടി പാളയത്തിന് ചുറ്റുപാടുകളിലെമ്പാടും തങ്ങൾക്കായി നിരത്തിയിട്ടു. കുറച്ചുള്ളവൻ പോലും പെറുക്കിക്കൂട്ടിയത് 10 ഹോമർ ആയിരുന്നു. ഇറച്ചി പല്ലുകൾക്കിടയിലായിരിക്കെ തന്നെ അത് ചവയ്ക്കപ്പെടുന്നതിനു മുമ്പേ കർത്താവിന്റെ കോപം ജനത്തിനെതിരെ ആളിക്കത്തി. കർത്താവ് ജനത്തിനു മേൽ അത്യുഗ്രമായ പ്രഹരമേൽപ്പിച്ചു. അത്യാർത്തി പൂണ്ട ജനത്തെ അവിടെ സംസ്കരിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്നു പേരിട്ടു. കിബ്രോത്ത് ഹത്താവയിൽ നിന്ന് ജനം ഹസേറോത്തിലേക്ക് നീങ്ങി. പിന്നെ അവർ ഹസേറോത്തിലായിരുന്നു. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം. മോശ ഒരു കുഷ് ദേശക്കാരിയെ ഭാര്യയായി സ്വീകരിച്ചിരുന്നു. തന്മൂലം മിരിയാമും അഹറോനും അവൻ സ്വീകരിച്ച കുഷ്യ സ്ത്രീയുടെ കാര്യത്തിൽ അവനെതിരായി സംസാരിച്ചു. അവർ ചോദിച്ചു, മോശ വഴി മാത്രമാണോ കർത്താവ് യഥാർത്ഥത്തിൽ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെയും അവിടുന്ന് സംസാരിച്ചിട്ടില്ലേ? കർത്താവ് അത് കേട്ടു. മോശ എന്ന വ്യക്തി ഭൂമുഖത്തുള്ള ഏതു മനുഷ്യനേക്കാളും വളരെ സൗമ്യനായിരുന്നു. കർത്താവ് ഉടൻ തന്നെ മോശയോടും അഹറോനോടും മിരിയാമിനോടും പറഞ്ഞു, നിങ്ങൾ മൂവരും സമാഗമ കൂടാരത്തിലേക്ക് പുറപ്പെടുവിൻ. അവർ മൂവരും പുറപ്പെട്ടു. കർത്താവ് മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിക്കൽ നിന്നിട്ട് അഹറോനെയും മിരിയാമിനെയും വിളിച്ചു. അവർ ഇരുവരും മുന്നോട്ട് ചെന്നു. അവിടുന്ന് അരുൾ ചെയ്തു, എന്റെ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. നിങ്ങൾക്ക് ഒരു പ്രവാചകനുണ്ടെങ്കിൽ കർത്താവായ ഞാൻ ദർശനത്തിൽ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. സ്വപ്നത്തിൽ അവനുമായി സംസാരിക്കുകയും ചെയ്യും. എന്റെ ദാസനായ മോശ അങ്ങനെയല്ല. എന്റെ ഭവനം മുഴുവനിലും അവൻ വിശ്വസ്തനാണ്. ഞാൻ അവനുമായി മുഖാമുഖം സംസാരിക്കുന്നു, നേരിട്ടും നിഗൂഢതകളില്ലാതെയും. അവൻ കർത്താവിന്റെ സ്വരൂപം ദർശിക്കുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ എന്റെ ദാസനെതിരായി മോശയ്ക്കെതിരായി സംസാരിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ടില്ല? കർത്താവിന്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചപ്പോൾ അവിടുന്ന് അവരെ വിട്ടുപോയി. കൂടാരത്തിന്റെ മുകളിൽ നിന്നും മേഘം മാറിയപ്പോൾ ഇതാ മിരിയാം കുഷ്ഠം ബാധിച്ച് മഞ്ഞുപോലെ ആയിരിക്കുന്നു. അഹറോൻ മിരിയാമിന് നേരെ തിരിഞ്ഞപ്പോൾ അതാ അവൾ കുഷ്ഠബാധിതയായിരിക്കുന്നു. അപ്പോൾ അഹറോൻ മോശയോട് പറഞ്ഞു, എന്റെ പ്രഭു, ഞങ്ങൾ ബുദ്ധിഹീനത കാട്ടിയും പാപം ചെയ്തും ഉളവായ കുറ്റം ഞങ്ങളുടെ മേൽ ദയവായി ചുമത്തരുതേ. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ തന്നെ സ്വശരീരം പകുതി ജീർണിച്ച ചാപിള്ള പോലെ
ഇവൾ ആകാതിരിക്കണമേ. മോശ കർത്താവിന്റെ പക്കൽ ഇപ്രകാരം നിലവിളിച്ചു, ദൈവമേ, ദയ ചെയ്ത് അവളെ സുഖപ്പെടുത്തണമേ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയാൽ അവൾ 7 ദിവസത്തേക്ക് അവഹേളിതയാകില്ലേ? 7 ദിവസം അവൾ പാളയത്തിനു പുറത്ത് മാറി നിൽക്കട്ടെ, അതിനുശേഷം അവൾ കൂട്ടത്തിൽ ചേരട്ടെ. അങ്ങനെ മിരിയാം 7 ദിവസത്തേക്ക് പാളയത്തിനു പുറത്തു മാറി നിന്നു. മിരിയാം കൂട്ടത്തിൽ ചേരുന്നതുവരെ ജനം നീങ്ങിയില്ല. അതിനുശേഷം ജനം ഹസേറോത്തിൽ നിന്നും നീങ്ങി പാരാൻ മരുഭൂമിയിൽ തങ്ങി. 100-ാം സങ്കീർത്തനം. ഭൂമി മുഴുവനുമേ കർത്താവിന് ആർപ്പ് വിളിക്കുവിൻ, സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ, ആനന്ദാരവത്തോടെ തിരുസന്നിധി പോകുവിൻ. കർത്താവ് തന്നെ ദൈവമെന്ന് നിങ്ങൾ അറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്. അവിടുത്തെ ജനവും അവിടുന്ന് പോറ്റുന്ന അജഗണവും. കൃതജ്ഞതയോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതിയോടെ അവിടുത്തെ അങ്കണങ്ങളിലേക്കും. അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. എന്തെന്നാൽ കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറ തലമുറയോളവും. 101-ാം സങ്കീർത്തനം. കരുണയെയും ന്യായത്തെയും കുറിച്ച് ഞാൻ പാടും. കർത്താവെ, ഞാൻ അങ്ങേക്ക് കീർത്തനം ആലപിക്കും. നിഷ്കളങ്കതയുടെ വഴിയിൽ ഞാൻ ശ്രദ്ധ വയ്ക്കും. എപ്പോഴാണ് അങ്ങ് എന്റെ അടുക്കൽ വരുന്നത്? ഞാൻ എന്റെ ഭവനത്തിനുള്ളിൽ ഹൃദയ നിഷ്കളങ്കതയോടെ വ്യാപരിക്കും. നീചകാര്യം എന്റെ കണ്ണുകൾക്ക് മുമ്പിൽ ഞാൻ വയ്ക്കുകയില്ല. അബദ്ധസഞ്ചാരികളുടെ ചെയ്തി ഞാൻ വെറുക്കുന്നു, അതെന്നെ തീണ്ടുകയില്ല. വക്രഹൃദയം എന്നിൽ നിന്നും അകന്നിരിക്കും. തിന്മ എനിക്ക് അജ്ഞാതമായിരിക്കും. തന്റെ അയൽക്കാരനെ പരോക്ഷമായി പഴി പറയുന്നവനെ ഞാൻ ഇല്ലായ്മ ചെയ്യും. നയനഗർഭിഷ്ഠനെയോ ഹൃദയ അഹങ്കാരിയെയോ ഞാൻ വെച്ചു പൊറുപ്പിക്കുകയില്ല. എന്നോടൊത്ത് വസിക്കേണ്ടതിന് ദേശത്തുള്ള വിശ്വസ്തരിലായിരിക്കും എന്റെ നോട്ടം. നിഷ്കളങ്കതയുടെ വഴിയിൽ ചരിക്കുന്നവൻ എന്നെ പരിചരിക്കും. വഞ്ചന ചെയ്യുന്നവൻ എന്റെ ഭവനത്തിനുള്ളിൽ വസിക്കുകയില്ല. വ്യാജകാര്യങ്ങൾ പറയുന്നവൻ എന്റെ കൺമുമ്പിൽ നിലനിൽക്കുകയില്ല. കർത്താവിന്റെ നഗരത്തിൽ നിന്നും ദുഷ്കർമ്മികളെയെല്ലാം വിച്ഛേദിക്കാൻ ഞാൻ പ്രഭാതം തോറും ദേശത്തെ ദുഷ്ടരെ ഇല്ലായ്മ ചെയ്യും. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം. സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലന മറിയവും യാക്കോബിന്റെ അമ്മയായ മറിയവും സലോമിയും പോയി അവനെ അഭിഷേകം ചെയ്യുന്നതിനു വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ കല്ലറയിങ്കിലേക്ക് പോയി. അവർ തമ്മിൽ പറഞ്ഞു, ആര് നമുക്ക് വേണ്ടി കല്ലറയുടെ വാതിൽക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റിത്തരും? എന്നാൽ അവർ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നത് കണ്ടു. അത് വളരെ വലുതായിരുന്നു താനും. അവർ ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരു യുവാവ് വലതുഭാഗത്തിരിക്കുന്നത് കണ്ടു. അവർ വിസ്മയിച്ചു പോയി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കുരിശിൽ തറയ്ക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവൻ ഇവിടെയില്ല. നോക്കൂ, അവർ അവനെ സംസ്കരിച്ച സ്ഥലം. നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു. അവൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് പോലെ അവിടെ നിങ്ങൾ അവനെ കാണും. അവർ കല്ലറയിൽ നിന്നും പുറത്തിറങ്ങി ഓടി. എന്തെന്നാൽ അവർക്ക് വിറയലും ആശ്ചര്യവും ഉണ്ടായി. അവർ ആരോടും ഒന്നും പറഞ്ഞില്ല, എന്തെന്നാൽ അവർ അത്യന്തം ഭയപ്പെട്ടിരുന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ യേശു ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുക്കളെ ബഹിഷ്കരിച്ചത്. അവൾ ചെന്ന് അവനോടുകൂടി ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. ഇതിനുശേഷം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെ വിവരം അറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ
അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ട ശേഷം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ ശാസിച്ചു. കാരണം ഉയർപ്പിക്കപ്പെട്ട തന്നെ കണ്ടവരെ അവർ വിശ്വസിച്ചില്ല. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവർക്ക് ഹാനി വരുത്തുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കുകയും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശു അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രഘോഷിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും തുടർന്ന് നടന്ന അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.